ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിനോദ് പോളച്ചറ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞോ? അതോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പുതിയ വീഡിയോകളൊന്നും ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാത്തതായി ഒക്കെ കാണുവാനിടയായി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തുതരം വീഡിയോ ഇടണമെന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം ശരിയായ ധാരണയില്ലാതെ ആയിരിക്കും തുടങ്ങുക. എന്നാൽ ഏതെങ്കിലും ഒരു കാറ്റഗറി തിരഞ്ഞെടുത്ത് അതിലൊരു വീഡിയോ ചെയ്ത് വെച്ചുകൊണ്ട് വേണം കേട്ടോ യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് വീഡിയോ എടുത്ത് പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കുന്ന ചില കാറ്റഗറികളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബ് ട്രിക്സ്. വിവിധ യൂട്യൂബ് ട്രിക്സ് വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ തന്നെ ലഭ്യമാണ്. നിരവധി ആളുകൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വീഡിയോകൾ തുടർച്ചയായി കാണുകയും അതിൽ നിന്നും നമ്മൾ നേടുന്ന അറിവുകൾ വളരെ നല്ല രീതിയിൽ ലളിതമായും ലെങ്ത് കുറച്ച് വ്യൂവേഴ്സിന് മുഷിയാത്ത രീതിയിൽ ആദ്യമൊക്കെ അവതരിപ്പിക്കുക. വീഡിയോയ്ക്ക് ലെന്ത് കൂടിയാലും വലിച്ചു നീട്ടി പറയുന്നത് മനുഷ്യന് മുഷിച്ചിട്ടുണ്ടാക്കും. അത്തരത്തിലുള്ള വീഡിയോകളല്ലാതെ പെട്ടെന്ന് മനുഷ്യന് മുഷിച്ചിട്ടുണ്ടാക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകൾ ആൾക്കാർ കൂടുതലായി കാണും. പിന്നീട് അൺബോക്സിങ് വീഡിയോകൾ. പുതിയതായി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ അൺബോക്സിങ്. അത് വിശ്വസ്തയോടെയും സാധനങ്ങൾ മാറിപ്പോവുകയോ വല്ലതും ചെയ്താൽ റിട്ടേൺ ഫെസിലിറ്റി അവൈലബിൾ ആകുകയും ചെയ്യുന്നത് ആമസോണിൽ മാത്രമാണ്. അതുകൊണ്ട് ആമസോണിൽ നിന്നും വാങ്ങുകയും അവ അൺബോക്സിങ് നടത്തി അതിൻ്റെ വീഡിയോ ഇടുകയും ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വിവിധ സാധനങ്ങളുണ്ടാകും. സ്റ്റാർട്ടിങ്ങിലൊക്കെ മൈക്കുകളെ, അങ്ങനെ നിരവധി സാധനങ്ങൾ യൂട്യൂബ് ഉപയോഗത്തിനായി വേണ്ടി വരും. ഞാൻ ഈ മൈക്കൊക്കെ ആമസോൺ വഴി വാങ്ങിയതാണ്. മൈക്കുകളെ, വാച്ചുകളെ, 3-4 തരം മൈക്കുകൾ തന്നെ വാങ്ങേണ്ടി വന്നിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്. പിന്നെ K8, ബോയ് IM1 തുടങ്ങിയ മൈക്കുകളൊക്കെ എനിക്ക് സ്റ്റോക്കുണ്ട്. നിരവധി മൈക്കുകൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയാൽ കാണാം, ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു മാർഗമാണ് പാചക റെസിപ്പികൾ. പാചകത്തെക്കുറിച്ച് അറിയാവുന്നവരും പാചകത്തിൽ താല്പര്യമുള്ളവരും ഉണ്ടെങ്കിൽ അവരെയും ചേർത്ത് പാചക റെസിപ്പികളൊക്കെ നന്നായി തന്നെ വീഡിയോ ആയി ഇടാവുന്നതാണ്. പിന്നെ മീഷോയും ഷോപ്സിയും ഒക്കെ പോലുള്ള റീസെല്ലിംഗ് ബിസിനസ്സുകൾ. വീട്ടിലിരുന്ന് വനിതകൾക്ക് പണമുണ്ടാക്കാം എന്ന പേരിൽ നിരവധി വീഡിയോകൾ ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കും. എന്നാലും ഇവയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ സോപ്പ്, ലോഷനെ പോലുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൻ്റെ, കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ നിരവധി വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ലഭ്യമാകും. ഇത്തരം സാധനങ്ങൾ നമുക്ക് നിസ്സാര വിലയ്ക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അവയൊക്കെ വാങ്ങി അത് ഉണ്ടാക്കുന്ന രീതികൾ നമുക്ക് വീഡിയോയായി ഷൂട്ട് ചെയ്തിടാവുന്നതാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പ് വഴി ബിസിനസ് ചെയ്യുന്നത് എങ്ങനെ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടാൻ വേണ്ടുന്ന പോസ്റ്ററുകൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി നിസ്സാരമായി ഇടാവുന്നതാണ്, പോസ്റ്ററുകളെ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി ബിസിനസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ഗ്രൂപ്പല്ല, ഫേസ്ബുക്ക് പേജാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഫേസ്ബുക്ക് പേജിന് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത്, ഈ കാര്യങ്ങളൊക്കെ വീഡിയോ വഴി ഇടാവുന്നതാണ്. നല്ല രീതിയിൽ പ്രതിപാദിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇൻഷോട്ട്, ക്യാപ്കട്ട്, കൈൻമാസ്റ്റർ തുടങ്ങിയ വിവിധ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളുണ്ട്. ഇവയൊക്കെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ ഇവയൊക്കെ പേയ്മെൻറ്റ് കൂടാതെയും ഉപയോഗിക്കുവാൻ സാധിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോകൾ പല യൂട്യൂബ് ചാനലുകളിൽ കാണാം. ഇങ്ങനെ വീഡിയോകൾ ഇടാനാണെങ്കിൽ ധാരാളം കാറ്റഗറികളും ധാരാളം, പിന്നെ നിങ്ങളുടെ കലാപരമായ കാര്യങ്ങളൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അത്തരം വീഡിയോകളും പ്രതിപാദിക്കാം. സ്പൂല്, സ്റ്റാർ മേക്കർ പോലുള്ളവ
ഒന്നും ഇടരുത്. അതിനൊക്കെ യൂട്യൂബ് ഉൾക്കൊള്ളുകയല്ല. എൻ്റെ ഇത് മ്യൂസിക് മറ്റുള്ള വീഡിയോകളൊക്കെ ഇടാവുന്നതാണ്. ഇങ്ങനെ നിരവധി പോംവഴികളുണ്ട് വീഡിയോ ഇടാൻ മടിക്കുന്നവർക്ക്. ഇതൊക്കെ പറയാൻ കാരണമായത് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സുഹൃത്തിൻ്റെ ചാനൽ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ അയാളുടെ ചാനലിൽ വീഡിയോ ഒന്നുമില്ല എന്ന് കണ്ടതോടെയാണ് ഇത്തരമൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനിടയായത്. കൂടുതൽ വീഡിയോ ഇട്ടിട്ടുള്ളവരൊക്കെ ഒരു മുഷിഞ്ഞ ഒരു വീഡിയോ ആയി ഇതിനെ കണക്കാക്കണ്ട. പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യുന്നതേ ഉള്ളൂ. കൂടുതൽ പേർ യൂട്യൂബ് രംഗത്തേക്ക് വരിക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.